ഇത്ര ഉള്ളോ? ഇതൊന്നും മതിയാവില്ല. 10 മടങ്ങ് അധികം അധ്വാനിക്ക്. രാത്രിയും പകലും ഇവിടെ ജോലി നിൽക്കാൻ പാടില്ല. ഈ കാണുന്ന ചുമരുകളിലെ സിമന്റ് വെള്ളത്തിനേക്കാൾ കൂടുതൽ കുടിച്ചത് ചോരയാണ്. അതിന് കാരണം ഈ പടവാൾ, അധീരയുടെ പടവാൾ. ചത്തുപോയവന്റെ പടവാളിനെ ജനം ഇത്ര ഭയക്കുന്നതെന്തെന്നറിയാമോ? അധീര കുട്ടിക്കാലം മുതൽ വൈക്കിങ്സ് എന്ന വർഗത്തിന്റെ ക്രൂര രീതികൾ പിന്തുടർന്ന ക്രൗര്യത്തിന്റെ അവതാരമായി. KGF-ന് നേരെ ആരും ഒരു വിരൽ ചൂണ്ടാൻ പോലും അവൻ ഇട കൊടുത്തില്ല. ഗ്രാമീണരെ കീഴ്പ്പെടുത്തി ഖനിത്തൊഴിലാളികളാക്കി. അവന്റെ ജ്യേഷ്ഠന്റെ നിർദ്ദയമായ ശാസനം പാലിക്കപ്പെടാൻ അവന്റെ വാൾമുനയിൽ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തു. അവനുണ്ടായിരുന്നെങ്കിൽ KGF-നുള്ളിൽ നിന്നെ കാലുകുത്താൻ വിടുമായിരുന്നില്ല. ചത്തില്ലേ? ഇത്രയും പേരെ കൊന്നൊടുക്കിട്ട് മതിയായില്ലേ? ഇനിയും യുദ്ധം കൊണ്ട് ഈ ലോകം മുഴുവൻ നശിപ്പിക്കാൻ ഉയർത്തെഴുന്നേറ്റ് വന്നതാണോ? വാള് വീശി രക്തം ചിന്തി യുദ്ധം ചെയ്യുന്നത് തകർച്ചയ്ക്കല്ല. ഉയർച്ചയ്ക്കാണ്. അവിടെ വീഴുന്ന ജഡങ്ങൾക്ക് പോലും ഉപയോഗമുണ്ട്. അറിയണമെങ്കിൽ കഴുകനോട് ചോദിക്ക്. എന്താ കരുതിയേ? നിങ്ങളെ തടയാൻ ആർക്കും കഴിയില്ലെന്നാണോ? ഉയരം കൂടിയ കോട്ടകൾ കെട്ടാൻ ആദ്യം ആഴം കൂടിയ കുഴികൾ എടുക്കണം. എന്റെ ഈ സാമ്രാജ്യത്തിന്റെ അടിത്തറ നീ എന്നെങ്കിലും കുഴിച്ചു നോക്കിയാൽ അവിടെ കല്ലുകൾക്ക് പകരം എനിക്ക് തട നിന്നവരുടെ തലയോട്ടികൾ കാണാം. അവൻ നിങ്ങളെ തടുക്കും. ഞങ്ങളുടെ ദൈവം തടുക്കും. കേട്ടിട്ടുണ്ട്. റോക്കി, അവനെയും ഞാൻ തന്നെ ഭസ്മമാക്കും. ഈ 5.5 അടിയിൽ 50 കിലോ മാത്രമുള്ള ഞാൻ ഒറ്റയ്ക്ക് നിന്റെ പടയെ തടുത്തു നിർത്തി നിന്റെ കൈകളെ വിറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചു നോക്ക്.
ഇലയായി നുള്ളിക്കളയാൻ സമയമെടുക്കും. പക്ഷെ ഞാൻ വൻമരത്തെ പേരോടെ പിഴുതെറി. നിന്റെ ആ ദൈവത്തിന്റെ ദേഹത്ത് നിന്നും രക്തം വരുമല്ലോ.